somn. Jarmajen torg. Nam samo. Shivin over houses bor. You know some more. You know what's up. Jarmajen torg. Nam samo. Shivin over houses bor. You know some more. റുമേനിയയിൽ ട്രാൻസിൽവാനിയക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ബ്രാൻഡ്കാസിലാണ് യഥാർത്ഥ ഡ്രാക്കുള കോട്ട. കൗണ്ട് ഡ്രാക്കുള എന്ന ക്രൂരനായ രാജാവ് മരിച്ചിട്ടും മരിക്കാതെ അൺഡെഡായി മനുഷ്യരക്തം കുടിച്ച് ജീവിച്ചത് ഈ കോട്ടയിലാണ്. പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ ഭീകര പിശാചിൻ്റെ കഥ ലോകപ്രസിദ്ധമാണ്. ഒടുവിൽ റുമേനിയയിലെ അതിശക്തരും മന്ത്രവാദികളുമായ ബിഷപ്പുമാർ ഒരു ദൈവനിയോഗം പോലെ ഈ രക്തരക്ഷസിനെ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കി. കൗണ്ട് ഡ്രാക്കുള എന്ന വാമ്പയർ ഇല്ലാത്ത ഈ ബ്രാൻഡ് കാസിൽ ഇന്ന് റുമേനിയൻ ഗവൺമെന്റ് ടൂറിസ്റ്റുകൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നു. ഏതായാലും ഇതൊരു വലിയ അനുഭവം തന്നെയായിരുന്നു. ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തിയ ആ ഭീകര രക്തരക്ഷ താമസിച്ച കൊട്ടാരം നേരിട്ട് കാണാൻ സാധിച്ചല്ലോ. റോയിച്ച് ഹാപ്പിയായി. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഇനിയിപ്പോ പോയി പുസ്തകം എഴുതാലോ. ഈ ഡ്രാക്കുള ആളൊരു ചെകുത്താനായിരുന്നെങ്കിലും റൊമേനിയക്കാരുടെ ഹീറോ ആയിരുന്നു. Am I right, God? What? I said Dracula is your hero. Yeah. He's a ghost and god for us. Okay. Thank you. Welcome. എത്ര മണിക്കൂറാ ആ ഇരുട്ടുമുറിയിൽ ഓജ ബോർഡും വെച്ചോണ്ടിരുന്നത്? എനിക്ക് ആകെ ബോറടിച്ചിരുന്നു. സോറി മോളെ, ഞാൻ ഈ ഡ്രാക്കുളയുടെ ആത്മാവിനെ ഒന്ന് റീകോൾ ചെയ്യാൻ ട്രൈ ചെയ്തു. എന്നിട്ട് എന്തായി? കിട്ടിയോ? നോ രക്ഷ. ആ ഗൈഡ് പറഞ്ഞതുപോലെ ഇവിടുത്തെ ബിഷപ്പുമാർ ഡ്രാക്കുളയെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചിരിക്കാം. ഇതൊക്കെ സത്യമായിരിക്കോ റോയിച്ച? സത്യമോ അസത്യമോ ആയിരിക്കാം. ബട്ട് ഐ ഗോട്ട് സം പോസിറ്റീവ് സിഗ്നൽസ്. ഏതായാലും നമ്മൾ ഒരു ദിവസം കൂടെ ഇവിടെ ഉണ്ടല്ലോ. നാളെ എനിക്ക് ഒന്നുകൂടെ വരണം. എന്റെ കർത്താവേ, ഇനി നാളെയും കൂടെ വരാനോ? ഞാനെങ്ങും ഇല്ല. എന്നാ പിന്നെ എന്റെ ചക്കര വരണ്ട. റൂമിലിരുന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യും. മറ്റന്നാ രാവിലെ പോകേണ്ടതല്ലേ? ഈ ഡ്രാക്കുള അൺഡെഡായിട്ട് നൂറ്റാണ്ടുകളോളം കിടന്നൊരു നിലവറയുണ്ടെന്ന് ഗൈഡ് പറഞ്ഞു. അത് തുറക്കാറില്ലത്ര. നാളെ ഒന്ന് തുറന്ന് കാണണം. ടോം നല്ല ഉറക്കാണല്ലോ. ഹലോ, എന്താ ഉറങ്ങിപ്പോയോ? സോറി സർ, ഇന്നലെ വെളുക്കുന്നിടം വരെ ഓട്ടം ഉണ്ടായിരുന്നു. അല്ലെങ്കിലും നമ്മുടെ മലയാളികൾ ഇങ്ങനെ എവിടെയും വെളിയിൽ പോയാ രാവും പകലും ജോലി ചെയ്ത് കാശുണ്ടാക്കും. എന്താ കേരളത്തിലാരും ജോലിക്ക് പോകാറില്ലേ? നാട്ടുകാരെ കളിയാക്കരുത് കേട്ടോ. വാ കേറ്. കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ബാധ ഒഴിഞ്ഞിരിക്കുന്നു. വിദേശത്ത് നിന്നോ? അങ്ങനാ പറഞ്ഞത്. പുതിയ കളമെഴുതി വിളക്ക് കത്തിച്ച് അടുത്ത ആളിനെ പിടിച്ചോളൂ. ശരി തിരുമേനി. ഹലോ, ആരാണെന്നാ പറഞ്ഞത്? ഓഹോ, റോയിയോ? കുറെ നേരമായിട്ട് ഞാൻ ട്രൈ ചെയ്യാ. നാട്ടിലേക്കുള്ള ലൈൻ കിട്ടുന്നേ ഇല്ല. തിരുമേനി, ഞാനിപ്പോ റുമേനിയിൽ നിന്ന് സംസാരിക്കുന്നേ. റുമേനിയെന്നോ? ഹണിമൂണിന് നിങ്ങൾ ഇംഗ്ലണ്ടിൽ പോകുമെന്നാണല്ലോ പറഞ്ഞത്. അതേ തിരുമേനി, ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ റുമേനിയയിൽ 2-3 ദിവസം തങ്ങാന്ന് കരുതി. എന്റെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഡ്രാക്കുള കോട്ട ഒന്ന് കാണുകയെന്നുള്ളത്. നന്നായി. അല്ലെങ്കിൽ തന്നെ റോയിക്ക് എല്ലാ വർഷവും ഉള്ളതാണല്ലോ ഈ വിദേശയാത്ര. ഒരു കണക്കിന് ഇത്തരം വിദേശയാത്രകളൊക്കെ നല്ലതാ.
വിവിധ സംസ്കാരങ്ങളെ പറ്റി നമുക്ക് പഠിക്കാമല്ലോ. തിരുമേനി, നമ്മുടെ നാട്ടിലെ മന്ത്രവിധി പ്രകാരമുള്ള ആവാഹന ക്രിയ ചെയ്താൽ ഏത് നാട്ടിലെ ദുരാത്മാവിനെയും ആവാഹിക്കാൻ പറ്റുമോ? വിദേശത്ത് എന്നാലും ആത്മീയതയിലും മന്ത്രത്തിലും ഒക്കെയുള്ള ഇൻട്രസ്റ്റ് വിടില്ല അല്ലേ? തിരുമേനിയുടെ കൂടെ കുറച്ച് നാൾ പഠിച്ചതല്ലേ, ചുമ്മാ രസം. ആയിക്കോട്ടെ, ഈ ആവാഹനത്തിന് സ്ഥലമോ ആത്മാവിന്റെ ഭാഷയോ ഒന്നും പ്രശ്നമല്ല. നമ്മുടെ മന്ത്രത്തിന്റെ ശക്തിയാണത്. ഏത് ദുരാത്മാവിനെ സങ്കല്പിച്ചാണോ കർമ്മം നടത്തുന്നത്, താന്ത്രികന്റെ മന്ത്രശക്തി അനുസരിച്ച് ആ ദുരാത്മാവ് വിളിപ്പുറത്തു വരും. എന്താ പോയി റുമാനിയായ വല്ല ആവാഹനക്രിയ നടത്തുന്നുണ്ടോ? ആ, ചെറിയൊരു പ്ലാൻ ഉണ്ട്. ശരി ശരി, ആയിക്കോട്ടെ, വന്നിട്ട് കാണാം. ആ, ഇവിടെ തന്ത്രവിദ്യ പഠിക്കാനായി വന്നിരുന്ന ആളെ വിളിച്ചത് റോയ്. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാ. പക്ഷേ ഒരു പാവപ്പെട്ടവും 10-15 ദിവസമായിട്ട് പച്ച തൊടാതെ പട്ടിണി കിടക്കാന്ന് ഇവിടെ ആരെങ്കിലും അറിയുന്നുണ്ടോ? അതിന് ഇന്നത്തെ ഒരു ദിവസം കൂടി കഴിയണം. ഇന്ന് വലിയ നോമ്പ് തീരും, നാളെ ഈസ്റ്റർ. നാളെ മുതൽ നമ്മുടെ ഹണിമൂൺ തുടങ്ങുന്നു. Let me see that one. Yeah, that's good. Okay. ഞാൻ താമസിച്ചു പോയി. ഇല്ല, റോയിച്ചിനെ കൊണ്ടുവിട്ട്. റോയ് സാറിന് അവിടെ കൊണ്ട് ഇറക്കുക മാത്രമല്ലായിരുന്നല്ലോ പണി. പിന്നെ എവിടെ പോയി? പോയതല്ല, പോകുന്ന വഴി എനിക്ക് പരിചയമുള്ള ഒരു മലയാളി നമ്പൂരിയുടെ വീട്ടിൽ കയറി ഓട്ടുകണ്ടി, നിലവിളക്കും, കർപ്പൂരവും കളവെഴുതാനുള്ള പൊടികളും ഒക്കെ മേടിച്ചു കൊടുത്തു. ആ നമ്പൂതിരിക്ക് ഇവിടെ കസ്റ്റംസിലാ ജോലി. ആള് വലിയ ഭക്തനാ. പൂജ കഴിഞ്ഞ് എപ്പോ എത്തും? ചേച്ചിയുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് റൂമിലാക്കിയിട്ട് വരാനാ പറഞ്ഞത്. Still cloudy. Yes. I think it's gonna rain soon. What do you think? Yes, you're right. Good morning, my dear friend. I do not know how to thank you. Yes, this is the same room I've been living in for centuries, sheltering myself during the day from sunlight. The Prince of Darkness, they used to call me. Until that wretched Romanian priest expelled me from this world to seek revenge against Satan. But you, my dear mortal, you came from nowhere and sang those magical hymns that brought my soul into this world. Who are you? I am Roy. Well, I hope you can recognize me. I am Dracula, Count Dracula. Mr. Roy, you cannot see me like that. My soul has returned, but I am yet to regain the form of a man. I want to be Dracula again and quench my never-ending thirst for the human blood. And there is only one way to do that, Roy. To enter the body of a human. Yes, into his warm corpse. I'm sorry, Roy, but I have to kill you. I shall live through your body, learning the languages I had never heard before, and shall live to the end of this world. Security!
Shit. ഹലോ മാഡം, റോയ് സാർ റൂമിലെത്തിയോ? എനിക്ക് റോയിച്ചിന്റെ ഫോണിലും കിട്ടുന്നില്ല. പിന്നെ എവിടെ പോയി? ഞാൻ ഈ ഡ്രാക്കുള കോട്ട മുഴുവൻ നോക്കി, ഇവിടെയും കാണുന്നില്ല. ചിലപ്പോ സാറ് നടന്ന് റൂമിലേക്ക് പോകുന്നു കാണും. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. വിഷമിക്കാതെ, സാറ് രാത്രിയിലോ നാളെ രാവിലെയോ ഇങ്ങെത്തും. നാളെ രാവിലെ പോകേണ്ടതല്ലേ ടോം? എനിക്ക് ആകെ പേടി തോന്നുന്നു. ടൂറിസ്റ്റുകളെ തട്ടിക്കൊണ്ടു പോകുന്ന ചില ക്രിമിനൽ ഗ്രൂപ്പ് ഇവിടങ്ങളിൽ ഉണ്ടെന്നല്ലേ പോലീസുകാർ പറഞ്ഞത്? അത് ശരിയാ. ഞാനിവിടെ വന്നിട്ട് 6-7 വർഷമായി. പക്ഷെ അവരാരെ ഉപദ്രവിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോ കാശോ മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങളോ തട്ടിയെടുക്കാറുണ്ട്. മനസ്സിനെ ധൈര്യപ്പെടുത്തി മാഡം ചെന്ന് കിടന്നുറങ്ങും. എന്തേ? ഇന്ന് നമ്മുടെ ഹണിമൂൺ തുടങ്ങല്ലേ? ഓ, അതിന് മാറി തടസ്സമാണോ? നല്ലയാളാ, എന്നെ വിഷമിപ്പിച്ച് കളഞ്ഞില്ലേ? ഇതെന്ത് മാജിക്കാ കാണിച്ചേ? ഈ ബാത്റൂമിനകത്ത് എങ്ങനെയാ കയറി പറ്റിയത്? അതൊക്കെ പറയാം.
എന്റെ കർത്താവേ, എന്നാലും നീ എന്നോട് ഈ ചതി ചെയ്തല്ലോ. എന്റെ മാതാവേ, എന്റെ പിള്ളേർക്കൊന്നും വരത്തല്ലേ. എപ്പോഴും മമ്മി വരുന്നേ? ഉടനെ വരുമോളെ. നമസ്കാരം സർ. നമസ്കാരം. മന്ത്രി IPS കാരൊക്കെയുള്ള തറവാടാ. പറഞ്ഞിട്ടെന്താ കാര്യം? റൊമാനിയയിൽ വെച്ച് ഭാര്യയും ഭർത്താവിനെയും കൂടെ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയത്. എനിക്കൊരു സമാധാനമില്ല. പുതിയ ഇൻഫർമേഷൻ വല്ലതും കിട്ടിയോ ബെന്നി? ഇല്ല. ഡൽഹിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പാപ്പച്ചനല്ലേ പറഞ്ഞത്. റൊമേനിയയിലെ ഇന്ത്യൻ എംബസിയിലേക്ക് ഹോം മിനിസ്റ്ററെ കൊണ്ട് തന്നെ വിളിച്ചു പറയിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ബെന്നി അവർ വിവരം അറിയിക്കും. രാവിലെയാണ് റോയച്ചൻ മിസ്സായത്. അന്ന് രാത്രി 10 മണി വരെ ഹോട്ടലിൽ ലൂസ് ചേച്ചിയെ കണ്ടവരുണ്ട്. അടുത്ത ദിവസം രാവിലെ തൊട്ട് ചേച്ചിയെയും കാണാതായി. റൂമിൽ നിന്ന് സാധനങ്ങളോ പണമോ ഒന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. ഇതെന്നതാ പാപ്പച്ച? ഇതിനൊക്കെ പാപം ഞങ്ങൾ എന്നതാ ചെയ്തത്? അമ്മച്ച് വിഷമിക്കാതിരിക്കൂ. നാളെ കൂടി ഒരു വിവരവും കിട്ടിയില്ലെങ്കിൽ നേരിട്ട് ഇൻവെസ്റ്റിഗേഷന് ആളയക്കാന്നാ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും സുഖമായി ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ, എല്ലാവരും ഉറങ്ങിക്കോ. വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ യജമാനൻ, എല്ലാ മാസ്റ്റർ. അവനിങ് എത്തിക്കഴിഞ്ഞു. രാത്രിയുടെ 3-ാം യാമത്തിൽ എല്ലാ പ്രേതാത്മാക്കളും ഉണർന്നെഴുന്നേൽക്കണം. അവൻ അകമ്പടി സേവിക്കണം. Oh, the King of Darkness, come! I am inviting you, my friends, to taste the hot sweet blood of our beautiful girls. இரவுகளில் தூது வரும்
ഗവർണേഴ്സ് ബംഗ്ലാവ്. ഇതൊരു പൊന്നാപുരം കോട്ട തന്നെ. ദൈവമേ, ഇവിടെ ഒരു മനുഷ്യനെയും കാണുന്നില്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ സാറേ? വില്യം ഡിസോ സാറേ? അതെ സാറേ, ഞങ്ങൾക്ക് തിരിച്ചെത്തിയിട്ട് വേറെ ഓട്ടോ ഉള്ളതാ. സാധനമൊക്കെ വേഗം ഇറക്കി വെക്കണം. ഇറക്കിട്ട് ഇവരെ കയറ്റി വെക്കാൻ പറയരുത്. ആനയുടെ പാറുള്ള വെട്ടുക കേട്ടല്ലോ. അത് ശരിയാ. ആരെങ്കിലും ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങി വന്നോട്ടെ. ശരി ശരി. ഹലോ, ഒമേഗ ഷിപ്പിംഗ് ക്ലിയറിംഗിലെ സ്റ്റാഫ് അല്ലേ? അതെ സർ, ഞാൻ രാജു, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാ. ഐ ആം പ്രൊഫസർ വില്യം ഡിസൂസ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഞങ്ങൾ ഇതേ സാറിന്റെ ബംഗ്ലാവിന് മുമ്പിലെത്തി. ആരെയും കാണാതെ വിഷമിച്ച് നിൽക്കുക. സാർ ഒന്ന് ഇറങ്ങി വരുമോ? ഞാനിപ്പോ ബംഗ്ലാവിലില്ല, കുറച്ച് ദൂരെയാ, എത്താൻ ലേറ്റ് ആവും. അയ്യോ സർ, ഞങ്ങൾക്ക് ഇത് ഇറക്കി വെച്ചിട്ട് എറണാകുളത്ത് എത്താനുള്ളതാണ്. ലോറിക്കാരാണെങ്കിൽ ധൃതി കൂട്ടുക. അതിപ്പോ തൽക്കാലം അവരെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് പറഞ്ഞു വിട്ടിട്ട് രാജോടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും സാറേ? ബാലൻസ് എല്ലാം കൂടി 30,000 റുപ്പീസ് ആവും. എടു ഇറക്കാൻ വരട്ടെ. ഇങ്ങനെ ആളൊരു തൊട്ടി കേസാ. അല്ല സർ, ഞാനിവരോട് പെട്ടി പൊട്ടിക്കാതെ ഇറക്കണമെന്ന് പറഞ്ഞതാ. വെരി ഗുഡ്. എനിക്ക് വേണ്ടി രാജോടെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ബില്ല് അമൗണ്ടിന്റെ കൂടെ എക്സ്ട്രാ 10,000 കൂടെ ഞാൻ തരാം. ഓക്കെ? എക്സ്ട്രാ 10,000 ഫോർ മീ? ഓ, എങ്കിൽ പിന്നെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു സർ. എടോ ഇറക്കിക്കോ. അങ്ങനെ തൊട്ടിയല്ല, സ്വർണ്ണ കട്ടിയാണ്. അല്ല സർ, പെട്ടിയെല്ലാം സ്വർണം പോലെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞതാ. ഓക്കെ സർ. അപ്പൊ സാറേ, ഞങ്ങൾ പെട്ടിയൊക്കെ ഇറക്കി വെച്ചിട്ട് പൊയ്ക്കോട്ടെ? നിങ്ങൾ പൊക്കോ, ഞാൻ ഇവിടുത്തെ സാറ് വന്നിട്ടേ വരുന്നുള്ളൂ. താങ്ക് യു സർ. ഒന്ന് ബലത്തെ പിടിയടാ. സംഗതി വില്യം ഡിസൂസ് എന്നും പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പണി പറ്റിക്കോ ആവും. എനിക്ക് തെണ്ടിയെ തന്നെ. സർ, രാജു, ബംഗ്ലാവിന്റെ വാതിൽ തുറന്നു കിടക്കുക, അകത്ത് കയറി ഇരുന്നോളൂ. സാർ ഇങ്ങനെ വാതിലും തുറന്നിട്ടിട്ട് പോയാ കള്ളന്മാർ കയറി പണി പറ്റിക്കും. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ ഓക്കെ സർ. പോട്ടെ പോട്ടെ. അപ്പൊ സാറേ, ഞങ്ങൾ പോകുന്നേ. ഓക്കെ ജോണേ. പോട്ടെ പോട്ടെ. പോട്ടെ. സമയം ഒരുപാടായി. എപ്പോഴാണ് അയാളൊന്ന് വരിക? അയ്യേ, അല്ലെങ്കിൽ ഒറ്റയ്ക്കാകുമ്പോ ഏത് സൗണ്ട് ഇട്ടാലും പേടിക്കും. എലിയായിരിക്കും. പഴഞ്ചൻ കസേരയാ. പേടിച്ചു പോയി. സാർ എത്തിയോ? ഗുഡ് ഈവനിങ് രാജു. ഗുഡ് ഈവനിങ് സർ. ഐ ആം പ്രൊഫസർ വില്യം ഡിസൂസ. സർ, ഹൗ ആർ യു? ഫൈൻ സർ. എന്തു പറ്റി? സാറിന്റെ കൈക്ക് ഭയങ്കര തണുപ്പ്. പുറത്തു നല്ല തണുപ്പല്ലേ? മാത്രമല്ല മഞ്ഞകാലം തുടങ്ങിയിരിക്കുന്നു. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. സർ. ഞാൻ രാജുവിനെ ബുദ്ധിമുട്ടിച്ചല്ലേ? ഇറ്റ്സ് ഓക്കെ സർ, ഇതൊക്കെ ഞങ്ങളുടെ ജോലിയല്ലേ. ഈ പേപ്പറിലൊന്ന് ഒപ്പിടണം. ഓ യെസ്. പേന. താങ്ക് യു സർ. വെൽക്കം. 30,000. ഉദ്ദേശിച്ച പോലെ തന്നെ പറ്റിച്ചു. പറഞ്ഞ പോലെ എക്സ്ട്രാ 10,000. താങ്ക് യു സർ. മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ. ഏതായാലും ഇതെനിക്ക് വലിയ സഹായമായി.
ഇറ്റ്സ് ഓക്കെ. സാറിന് അറിയാമോ, ഷിപ്പിംഗ് ക്ലിയറിംഗ് ഏജൻസിയിൽ ഒരു ജീവനക്കാരന് കിട്ടുന്ന ശമ്പളം 7,000 രൂപയാണ്. സംഗതി ഞാൻ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒക്കെയാ, പക്ഷെ ഒരു 10,000 രൂപ ഒരുമിച്ച് കൈ കിട്ടുന്നത് ഇപ്പോഴാണ്. അത് സാറിന്റെ വലിയ മനസ്സ്. താങ്ക് യു സോ മച്ച് സർ. മൈ പ്ലഷർ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. അല്ല, ഇപ്പൊ ഈ രാത്രിയിൽ പോണോ? ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്. അതൊക്കെ ഞാൻ പോയിക്കോളാം, ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ശീലമല്ല. ഓക്കെ രാജു, ആസ് യു വിഷ്. താങ്ക് യു സർ. ഇവിടെ ഇരുന്ന പെട്ടികളൊക്കെയോ സാർ? ആ, അതൊക്കെ ഞാൻ ഇവിടെ തകർത്ത് വെച്ചിടും. ആ ഒറ്റയ്ക്കോ? ആ, വല്ല ഗുസ്തിക്കാരനും ആയിരിക്കും. ഓ, ഇന്ന് കണി കണ്ടവനെ തന്നെ എന്നും കാണണേ. അയാൾക്കെന്താ പട്ടിക വേഷമുണ്ടോ? വില്യം ഡിസോ സാറേ, എന്റെ പൊന്നെ സാറേ, ഒന്ന് ഓടി വരണേ. Go back. Go back. അത് ശരി, അപ്പൊ ഈ പട്ടികൾക്ക് ഇംഗ്ലീഷേ അറിയൂ. സോറി. സാറ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം കട്ടപ്പുകയായി പോയനെ. എന്റെ അമ്മോ, ഇതൊക്കെ സാറ് വളർന്ന പട്ടികളാ? വളർത്തുന്നതല്ലെങ്കിലും ഞാൻ പറഞ്ഞ കേൾക്കുന്ന പട്ടികളാ. അത് ശരി. ഇനിയിപ്പോ ഈ രാത്രി സാർ പോവാൻ പറഞ്ഞാൽ പോലും ഞാൻ പോലെ സാർ. പോവാൻ പറയല്ലേ സാർ, പ്ലീസ്. താൻ വാ, ആദ്യം വന്നൊന്ന് ഫ്രഷ് ആവും. ഡൈനിങ് റൂമിലേക്ക് വന്ന ഡിന്നർ കഴിക്കാം. താങ്ക് യു സാർ. ഓ, ഞാനിപ്പോ പട്ടിക്ക് ഡിന്നർ ആയനെ സാർ. ഈ വീട്ടിൽ സാർ ഒറ്റയ്ക്കാ കഴിയുന്നത്? എന്താ ഇത്രയും വലിയ ബംഗ്ലാവ് ഉണ്ടപ്പോ താ പേടിച്ചു പോയോ? പ്ലീസ് കം. ആ മുറി പോയി തനിക്ക് ഫ്രഷ് ആവാം. വിദേശത്തൊക്കെ ജീവിച്ച ആളായതുകൊണ്ടായിരിക്കണം ഇത്ര ആതിഥ്യ മര്യാദ, സംസ്കാരം നിറഞ്ഞ പെരുമാറ്റം. സത്യം പറഞ്ഞ സാറിനെ നമിക്കണം. എന്റെ വിസിറ്റ് കാർഡ് തരാം. കേരളത്തിൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ അപ്പോൾ ഓടിയെത്തും. തന്റെ എന്തോ താഴെ പോയി. ഫോട്ടോയാ? ആള് കൊള്ളാമോ? എന്റെ പെണ്ണ മീന, MBBS കഴിഞ്ഞ് ഹൗസ് സർജനാ. എന്റെ അമ്മാവന്റെ മോള് തന്നെ. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പെൺകുട്ടി. യു ആർ വെരി ലക്കി. താങ്ക് യു. ലക്ക് പൂർണ്ണമാവണമെങ്കിൽ ഒരു ബെറ്റർ ജോബ് കിട്ടണം സാർ. അതിനെ ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്യും. പിന്നെ സാർ എന്ത് പറ്റി സാർ?